ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണത്തിന് സർക്കാർ. PV അൻവർ MLAയുടെ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സർക്കാർ നീക്കം. DGP യോഗേഷ് കുമാർ ഗുപ്തയ്ക്കായിരിക്കും അന്വേഷണ ചുമതലയെന്നാണ് സൂചന. H വെങ്കടേഷിന് ക്രമസമാധാന ചുമതല നൽകിയേക്കും. വിവാദ ഫോൺ സംഭാഷണത്തിൽ SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഗുരുതര ചട്ടലംഘനമുണ്ടായെന്ന അന്വേഷണ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറി. R റോഷിപാൽ, TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. ADGP ക്രമസമാധാന പാലന ചുമതല എന്ന കസേരയിൽ നിന്ന് MR അജിത് കുമാറിന് ഇറങ്ങേണ്ടി വരുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയല്ലേ? സുജയ, ADGP ലോ ആൻഡ് ഓർഡർ പദവിയിൽ നിന്നും MR അജിത് കുമാർ പുറത്തേക്ക് പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനി ആ പദവിയിലേക്ക് ആരെത്തുമെന്നത് മാത്രമാണ്. ഏതാണ്ട് അധികം താമസിയാതെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് ഔദ്യോഗിക തീരുമാനമുണ്ടാകും. MR അജിത് കുമാറിന് പകരം ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിൻ്റെ പേരാണ് പ്രഥമ പരിഗണന സർക്കാർ നൽകുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ മുൻപ് ലോ ആൻഡ് ഓർഡർ ചുമതലയുണ്ടായിരുന്ന മനോജ് എബ്രഹാം, ഒപ്പം ഇപ്പോഴത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ADGP S ശ്രീജിത്ത്, ബൽറാം കുമാർ ഉപാധ്യായ അടക്കമുള്ള ADGPമാരെ പരിഗണിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ H വെങ്കടേഷിനെ ADGP ലോ ആൻഡ് ഓർഡർ ആക്കാനുള്ള ആലോചനയാണ്. അത് അന്തിമഘട്ടത്തിലാണ്. ഉടൻ തന്നെ തീരുമാനമാകും. ഇന്ന് മുഖ്യമന്ത്രി DGP കണ്ടപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, PV അൻവർ MLA ADGP MR അജിത് കുമാറിനും P ശശിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചു. അതിൽ നടപടി വൈകിയാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാവും. പ്രതിപക്ഷം ആയുധമാക്കി കഴിഞ്ഞു. വലിയ പ്രക്ഷോഭത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുന്നു. ഈ സാഹചര്യത്തിലാണ് തിരക്കിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതും. പക്ഷേ മറ്റു നടപടികൾ ADGPക്കെതിരെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും നിലവിൽ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന തീരുമാനത്തിലേക്കാണ്. ഏതായാലും മുഖ്യമന്ത്രി തന്നെ അന്വേഷണം DGP തലത്തിൽ നടക്കുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ യോഗേഷ് ഗുപ്തയ്ക്കായിരിക്കും അന്വേഷണ ചുമതല കൈമാറാൻ സാധ്യത. ആ കാര്യത്തിലും ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. സുജയ. ഓക്കെ, നമുക്ക് പോലീസ് ആസ്ഥാനത്തെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാം. റോഷിപാൽ, TV പ്രസാദ്, സുജിത്തിന്റെ കാര്യം എന്തായി? അതായത് പത്തനംതിട്ട SP, മലപ്പുറത്ത് SP ആയിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതൊക്കെ വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണം, അതോടൊപ്പം തന്നെ PV അൻവർ MLAക്ക് 25 വർഷത്തെ സുദീർഘ സേവനം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ശബ്ദരേഖയൊക്കെയാണല്ലോ പുറത്തു വന്നത്. സസ്പെൻഷനിലേക്ക് പോകുന്നുവെന്ന് കേട്ടു. ഉത്തരവെന്താണ് വൈകുന്നത്? സുജയ, ഇന്ന് വൈകിട്ടിന് മുമ്പ്, അതായത് ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ ഉത്തരവ് ഇറങ്ങും എന്നുള്ളതായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ധാരണ. അതായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച DIG അജിത ബീഗം DGPക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്കും കൈമാറി. നടപടിക്രമം അനുസരിച്ച് SP ആയ IPS ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷൻ അത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടിന് മുമ്പ് തന്നെ ഉത്തരവിറങ്ങും എന്നാണ് അറിഞ്ഞത്. ഉത്തരവിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അതിനിടയിൽ ഒരു സംശയം ഇപ്പോഴുള്ളത്, നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം, ആ അന്വേഷണം തൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മാധ്യമങ്ങളോട് അജിത് കുമാർ പറഞ്ഞത്. പക്ഷേ ഇത് PV അൻവറിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണമെങ്കിൽ ഒരുപക്ഷെ സുജിത് ദാസിൻ്റെ അന്വേഷണവും അതോടൊപ്പം തന്നെ MR അജിത് കുമാറിൻ്റെ അന്വേഷണവുമായി ചേർന്ന് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക്, എല്ലാവരും കൂടി സസ്പെൻഷനിലേക്ക് ഉൾപ്പെടെ പോകുന്ന നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊരു സാധ്യത മാത്രമാണ് സുജയ. ഇനിയിപ്പോൾ പുറത്തു വരാനുള്ള ഒരു വിവരം, മുഖ്യമന്ത്രി ഈ പ്രഖ്യാപിച്ച അന്വേഷണം PV അൻവറിനെ വിശ്വസിച്ചുകൊണ്ടുള്ള വെളിപ്പെടുത്തലിലാണോ, അതല്ല രാവിലെ പതിവില്ലാത്ത രീതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞ, അതായത് എല്ലാം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു എന്ന് പറഞ്ഞ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം കണ്ടാൽ ആർക്കും അറിയാം മുഖ്യമന്ത്രി അജിത് കുമാറിനെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ലെന്ന്. ഒരു രീതിയിലും MR അജിത് കുമാർ അടുത്തേക്ക് പോയിട്ടുമില്ല. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ MR അജിത് കുമാർ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒട്ടി നിൽക്കുന്ന ശീലമാണ് MR അജിത് കുമാറിനുള്ളത്. പക്ഷേ അതിന്ന് ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ സുജിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുജിത് ദാസിന് ഈ പറയുന്ന ഫോൺ വിളിച്ച് മോശമായി കാര്യങ്ങൾ പറഞ്ഞു എന്നത് മാത്രമല്ല സുജിത് ദാസിനെതിരായ കുറ്റം. സുജിത് ദാസിനെതിരായ കുറ്റം അൻവർ വെളിപ്പെടുത്തിയതുപോലെ ഉയർന്ന ആരോപണം സ്വർണം പൊട്ടി
പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെടെ താനൂർ കസ്റ്റഡി കൊലപാതക കേസിലെ പങ്കുൾപ്പെടെ മലപ്പുറം ജില്ലയിലും മറ്റു ജില്ലകളിലുമായി നടത്തിയ നിരവധി ഇടപാടുകൾ ഉൾപ്പെടെ ഒരുപാട് ദുരൂഹമായ സാഹചര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഇന്ന് സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൻ്റെ കൂടെയാണ് എങ്കിൽ അത് കൂടുതൽ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതെല്ലാം പരാമർശിച്ചുകൊണ്ടുള്ള സസ്പെൻഷൻ ഉത്തരവിലേക്കാണ് പോകുന്നതെങ്കിൽ സസ്പെൻഷൻ ഉത്തരവ് വരട്ടെ. നമുക്ക് വീണ്ടും എത്താം TV പ്രസാദിലേക്ക്.